ഹലോ ഓൾ പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഹരി. ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂപ്രകൃതി ഭൂവിഭാഗങ്ങളെ പറ്റിയാണ്, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഉത്തരപർവ്വത മേഖല കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഉത്തര മഹാസമതലം വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്, നമുക്കറിയാം ഉത്തര മഹാസമതലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 പാർട്ട് കൊണ്ട് നമ്മൾ ഉത്തര മഹാസമതലത്തിൻ്റെ ഒരു ടോപ്പിക് വരെ, അല്ലെങ്കിൽ ഒരു ഭാഗം വരെ എത്തി നിൽക്കുവാണ്. അപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ മൂന്നാമത്തെ പാർട്ട് ക്ലാസ്സാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഉത്തര മഹാസമതലം, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മഹാസമതലം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഉത്തരേന്ത്യൻ സമതലത്തെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഉത്തരേന്ത്യൻ സമതലങ്ങൾ എങ്ങനെ ഉണ്ടായി, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഉത്തരേന്ത്യൻ സമതലങ്ങൾ, അവയുടെ രൂപീകരണം, പിന്നെ അവയുടെ പ്രാദേശികമായിട്ടുള്ള വർഗീകരണം നമ്മൾ പഠിച്ചായിരുന്നല്ലേ. എന്താണവ? രാജസ്ഥാൻ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം. അപ്പോൾ നമ്മൾ ഈ പ്രാദേശിക വേർതിരിവുകളെ പറ്റിയും നമ്മൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ, ഉത്തര മഹാസമതലത്തിൻ്റെ വടക്ക് നിന്നും തെക്കോട്ടുള്ള ആ ഒരു 3 പ്രാദേശിക ഡിവിഷൻസിനെയും നമ്മൾ ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിവയെപ്പറ്റി നോക്കി. അത് കഴിഞ്ഞിട്ട് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കാലാവസ്ഥയെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉത്തരേന്ത്യൻ സമതലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം, അതായത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണെ പറ്റിയാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. സൂര്യൻ്റെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു. അതായത് ക്രമേണ സമതലത്തിൻ്റെ റീജിയൻസിൽ ഉച്ചമർദ്ദ മേഖല കാണപ്പെട്ടു വരുന്നു. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ സൂര്യൻ്റെ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നാണ് വടക്ക് കിഴക്കൻ മൺസൂണിനെ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. വേറൊന്നുമല്ല, ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കായിരിക്കും എപ്പോഴും കാറ്റുകൾ വീശുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഈ കാലത്ത്, അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അല്ലെങ്കിൽ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും അതുകൂടാതെ തന്നെ ആ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. അതായത് ഉത്തരേന്ത്യൻ സമതലത്തിലെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക്, അതായത് മഹാസമുദ്രത്തിലേക്ക്, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യും എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും, അതായത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് നിന്നും ന്യൂനമർദ്ദ മേഖലയായ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശുന്ന ഈർപ്പരഹിതമായ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ദിശയാണ്, നമ്മൾ എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എപ്പോഴും കാറ്റുകൾക്ക് പേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഈർപ്പരഹിതമായ കാറ്റുകൾ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഈ കാലയളവിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുന്നത്. ഉച്ചമർദ്ദ മേഖലയായ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് നിന്നും വടക്ക് കിഴക്ക് ദിശയിൽ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുമ്പോൾ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. അതായത് അവിടുത്തെ ആ ഒരു താപനിലയുടെ കാര്യത്തിൽ വളരെയധികം ആ ഒരു ഉയർച്ച, അല്ലെങ്കിൽ ഇൻക്രീസ് ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ വീശുന്ന സമയത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ആ ഒരു കാലാവസ്ഥ വളരെ ദുസ്സഹമായിരിക്കും, താപനില കൂടിയതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രതിഭാസത്തെയാണ് ഒക്ടോബർ ചൂട് എന്ന് വിശേഷിപ്പിക്കുന്നത്.
അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളുടെ ആ ഒരു ഡയറക്ഷനാണ്. നമ്മൾ പറഞ്ഞു വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് ഈ കാറ്റുകൾ മഹാസമുദ്രത്തിലേക്ക് വീശുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡയറക്ഷനാണ് നമുക്കറിയാം. ഇതാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ട്, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടാണിത്. ആ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നാണ് ഈ കാറ്റുകൾ സമുദ്രത്തിലേക്ക്, അതായത് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നത് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയി എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും എങ്ങനെയാണ് ഉത്തരേന്ത്യൻ സമതലത്തെ, ഇത് മാത്രമേ നമ്മൾ SCERT ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ NCERT ചാപ്റ്റേഴ്സിൽ പറയുന്നുള്ളൂ. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ നൈസർഗിക സസ്യജാലങ്ങളിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ പല നൈസർഗികമായിട്ടുള്ള ഭൂപ്രകൃതി സവിശേഷതകളും മണ്ണിനങ്ങളും ജനജീവിതമൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കും. ഇനിയുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി വായിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് വലിയ കോൺസെപ്റ്റുകളൊന്നും ഇനിയുള്ള സ്ലൈഡുകളിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി തറവായിട്ട് വായിച്ച് തന്നെ പോകും. ഉറപ്പായിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നൈസർഗിക സസ്യജാലങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിലെ നൈസർഗിക സസ്യജാലങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ടാണ് ടെക്സ്റ്റിൽ തിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. രണ്ടാമത്തേത് ഉഷ്ണമേഖല മുൾക്കാടുകൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, അതായത് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളും ഉഷ്ണമേഖല മുൾക്കാടുകളും. മൂന്നാമത്തത് ചതിപ്പു നിലവനങ്ങൾ, ചതിപ്പു നിലവനങ്ങൾ, അതായത് ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളെ നമ്മൾ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. 2, ഉഷ്ണമേഖല മുൾക്കാടുകൾ. 3, ചതിപ്പുനില വനങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഇതിൻ്റെ ഒരു ടെക്സ്റ്റിലുള്ള ചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ചതിപ്പുനില വനങ്ങളാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ വീണ്ടും 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ നമ്മൾ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ, അതായത് ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. എന്താണ് വരണ്ട ഇലപൊഴിയും കാടുകൾ? ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. രണ്ടാമത്തേത് ആർദ്ര ഇലപൊഴിയും കാടുകൾ, ആർദ്ര ഇലപൊഴിയും കാടുകൾ, മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. അപ്പോൾ എന്താണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ അല്ലെങ്കിൽ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ നമ്മൾ 2ആയിട്ട് വർഗീകരിച്ചു. അതിലൊന്നാണ് വരണ്ട ഇലപൊഴിയും കാടുകളും ആർദ്ര ഇലപൊഴിയും കാടുകളും, ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റും മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റും. ആ ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും കാടുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ മഴ കൂടുതൽ കിട്ടുന്ന പ്രദേശമായതിനാലാണ് ഈ ഒരു നിത്യഹരിത ആ ഒരു മയം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ വരണ്ട ഇലപൊഴിയും കാടുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 2 വർഗീകരണങ്ങളെ പറ്റി അല്ലെങ്കിൽ ആ 2 റീജിയൻസിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. വരണ്ട ഇലപൊഴിയും കാടുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ 70 സെൻറ്റിമീറ്ററിനും 100 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ, ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ മഴയുടെ ആ ഒരു ഏറ്റക്കുറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഭൂപ്രകൃതി സവിശേഷതകൾ അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ പറയുന്ന ഭൂവിഭാഗത്തിൻ്റെ സവിശേഷതകൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 70 സെൻറ്റിമീറ്ററിനും 100 സെൻറ്റിമീറ്ററിനും ഇടയിൽ, 70 സെൻറ്റിമീറ്ററിനും 100 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ, വരണ്ട ഇലപൊഴിയും കാടുകൾ. ഓക്കെ, വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു. അപ്പോൾ വരണ്ട ഇലപൊഴിയും കാടുകളാണ്. ആ ഇലപൊഴിക്കുന്ന ആ ഒരു കാലയളവാണ് നമ്മൾ ഇവിടെ നോക്കിയത്. അതായത് ഈ വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൂടാതെ തന്നെ ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. അതായത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഭാഗമായിട്ട് ഉത്തർപ്രദേശിലും ബീഹാറിലും കാണപ്പെടുന്ന ചില പ്രദേശങ്ങളിലാണ് നമ്മുടെ ഈ വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വരണ്ട ഇലപൊഴിയും കാടുകൾ എന്താണെന്ന് നമ്മൾ കണ്ടു.
അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത്തെ ആ ഒരു ആർദ്ര ഇലപൊഴിയും കാടുകളിനെ പറ്റിയാണ്, മോയിസ്റ്റ് ഡെസിഡീസ് ഫോറസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളറിയാം മഴയുടെ അടിസ്ഥാനത്തിലാണല്ലേ നമ്മൾ വർഗീകരിച്ചത്. അപ്പോൾ മഴ പെയ്യുന്നത് അനുസരിച്ചാണ് അവിടെ എവിടെയാണെങ്കിലും സസ്യങ്ങൾ വളരുന്നത് അല്ലെങ്കിൽ വരണ്ടു പോകുന്നത് എല്ലാം വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ മഴയുടെ ആ ഒരു ഏറ്റക്കുറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും 100നും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന ശിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിലാണ് ഈ ആർദ്ര ഇലപൊഴിയും കാടുകളിൽ വാർഷിക മഴ ലഭിക്കുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മളെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന മഴ കൂടുതലും കാണപ്പെടുന്നത് ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന ശിവാലിക് താഴ്വരയിലാണ്. നമുക്കറിയാം ഉത്തരേന്ത്യൻ മഹാസമതലത്തിൻ്റെ വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കുള്ള വർഗീകരണങ്ങൾ അല്ലെങ്കിൽ ഭൂഭാഗങ്ങളെ വടക്ക് നിന്നും തെക്കിലേക്ക് നമ്മൾ വർഗീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിവയാണവ. അപ്പോൾ ഈ ആർദ്ര ഇലപൊഴിയും കാടുകൾ, മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത് ആ ബാബർ ടെറായ് മേഖലയിലെന്നാണ് ഇവിടെ പറയുന്നത്. ആ ബാബർ ടെറായ് മേഖല ഉൾപ്പെടുന്ന ശിവാലിക് താഴ്വരകൾ, ശിവാലിക്സിനോട് ചേർന്നാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഭാഗമായ ശിവാലിക് മലനിരകളോട് ചേർന്നാണ് നമ്മുടെ ബാബറും ടെറായും ഒക്കെ കാണപ്പെടുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ആർദ്ര ഇലപൊഴിയും കാടുകൾ, അതായത് 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇത്തരം ആർദ്ര ഇലപൊഴിയും വനങ്ങൾ ഈ പറയുന്ന ബാബർ ടെറായ് മേഖല ഉൾപ്പെടുന്ന ശിവാലിക്സ് റീജിയൻസിലും ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങളാണ് കാണപ്പെടുന്നത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പറയാനുള്ളത് തേക്ക്, സാൽ, സിഷാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന ചില സസ്യവർഗ്ഗങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യവർഗ്ഗങ്ങളാണ്. നിങ്ങൾ ജസ്റ്റ് വായിച്ച് ഓർത്തിരിക്കുക. തേക്ക്, സാൽസിഷാം, മഹുവ, നെല്ലി, ചന്ദനം തുടങ്ങിയവയാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന സസ്യവർഗ്ഗങ്ങൾ. ഉത്തരേന്ത്യൻ മഹാസമതലത്തിൽ കുറച്ചധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും പുൽമേടുകളും കാണപ്പെടുന്നു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. വരൾച്ചാക്കാലത്തിൻ്റെ തുടക്കത്തിൽ മരങ്ങളെല്ലാം പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു. തൽഫലമായി ഈ വനങ്ങൾ മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായിട്ട് മാറുന്നു എന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിക്കുമ്പോൾ വെറുതെ വായിച്ച് വിടാണ്ടിരിക്കുക, മനസ്സിലാക്കി തന്നെ വായിച്ച് പോവുക. ഈ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുടെ ആ ഒരു പ്രത്യേകതകളാണ് നമ്മൾ ഈ പറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ്, മഴക്കുറവും കന്നുകാലി മേയ്ക്കലിൻ്റെ വർധനവും കാരണം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ്. നമുക്കറിയാം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗമെന്ന് പറയുന്നത് രാജസ്ഥാൻ സമതലത്തിൻ്റെയും പഞ്ചാബ്, ഹരിയാന സമതലത്തിൻ്റെയും ആ പറയുന്ന ചില ഭാഗങ്ങളാണ്. ആ സ്ഥലങ്ങളിൽ നമുക്കറിയാം മഴക്കുറവും കന്നുകാലി മേയ്ക്കലിൻ്റെ വർധനവും കാരണം ഈ പ്രദേശങ്ങളിൽ സസ്യജാലങ്ങൾ വളരെ ശുഷ്കമാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതായിട്ടുള്ള ഉഷ്ണമേഖല മുൾക്കാടുകളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടാറുണ്ട്. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. അപ്പോൾ നമുക്കറിയാം ഉഷ്ണമേഖല മുൾക്കാടുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. പടിഞ്ഞാറൻ ഹരിയാന, അതായത് തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ, പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് കൂടാണ്ട് തന്നെ വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ബാബുൽ, ബെർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. അതായത് ഉഷ്ണമേഖല മുൾക്കാടുകളിൽ നമുക്ക് പ്രധാനമായും കാണപ്പെടുന്ന സസ്യവർഗ്ഗങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏതൊക്കെയാണവ? ബാബുൽ, ബെർ, വന്യ ഈന്തപ്പനകൾ, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന സസ്യവർഗ്ഗങ്ങൾ. ഓക്കെ അല്ലേ? അത് കൂടാണ്ട് തന്നെ 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന, അതായത് 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ടസോക്കി എന്ന
പുല്ല് വിഭാഗങ്ങളും ചിലയിടങ്ങളിൽ കാണപ്പെടാറുണ്ട്. അതായത് ഉഷ്ണമേഖലാ മുൾക്കാടുകളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രത്യേകതയാണ് 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ടസോക്കി എന്നറിയപ്പെടുന്ന പുൽ വിഭാഗങ്ങളും ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ അതായത് ഉഷ്ണമേഖലാ മുൾക്കാടുകളുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങളും ഉഷ്ണമേഖലാ മുൾക്കാടുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പം ഉത്തരേന്ത്യൻ മഹാസമ്മേളനത്തിൻ്റെ നൈസർഗിക സസ്യജാലങ്ങളുടെ ഒരു മൂന്നാമത്തെ ഒരു ഡിവിഷനായ ചതിപ്പുനില വനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാസമതലത്തിലെ ശുദ്ധജല ചതിപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഒരു സസ്യജാല ഭൂപ്രകൃതിയാണ് നമ്മുടെ ചതുപ്പുനില വനങ്ങൾ. അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു നൈസർഗിക സസ്യജാലങ്ങളാണ് ചതുപ്പുനില വനങ്ങൾ എന്ന് മനസ്സിലാക്കുക. എവിടെയൊക്കെയാണ്? രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, അവിടുത്തെ ശുദ്ധജല തടാകങ്ങൾ, ഗംഗാസമതലത്തിലെ ശുദ്ധജല ചതിപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ. നമ്മൾ പഠിച്ചായിരുന്നു ബ്രഹ്മപുത്ര സമതലം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു പ്രളയ സമതലങ്ങളും അങ്ങനെ ഉണ്ടാകുന്ന നിക്ഷേപണ ഭൂരൂപങ്ങളെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ചതിപ്പുനില വനങ്ങൾ കാണപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ ഗംഗാസമതലത്തിൻ്റെ ചതിപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. നമ്മൾ പഠിച്ചു ഡെൽറ്റകളെപ്പറ്റി നമ്മൾ പഠിച്ചു. നമ്മുടെ സമതലങ്ങളിൽ നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് ത്രികോണാകൃതിയിലുണ്ടാകുന്ന ഒരു ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം, അതായത് നിക്ഷേപണ ഭൂരൂപമാണ് ഡെൽറ്റാസ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റാസ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനാണ് നമുക്കിവിടെ പറഞ്ഞത്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഗംഗാ സമതലത്തിൻ്റെ ചതിപ്പു നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റാസ്. അപ്പോൾ ഈ സുന്ദർബൻ ഡെൽറ്റാസിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ചതിപ്പുനില വനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഈ ചതിപ്പുനില വനങ്ങളിൽ നിബിഡമായിട്ട് കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. അപ്പോൾ നമ്മൾ കണ്ടൽക്കാടുകൾ ചതിപ്പുനില വനങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതായത് ഈ ചതിപ്പുനില വനങ്ങളിൽ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. ഓക്കെ. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. അതായത് സുന്ദർബൻ ഡെൽറ്റാസിൻ്റെ ആ ഒരു പ്രത്യേകതയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് ഡെൽറ്റകൾ ഉണ്ടാവുന്നത്. ഈ സുന്ദർബൻ ഡെൽറ്റാസിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ചതിപ്പുനില വനങ്ങൾ സുന്ദർബൻ ഡെൽറ്റാസിലും കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്വാഭാവിക സസ്യജാല പ്രത്യേകതയാണ് കണ്ടൽക്കാടുകൾ എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗ്ഗങ്ങൾക്ക് കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു. അതായത് ഈ പ്രദേശങ്ങളുടെ കണ്ടൽക്കാടുകളായിട്ട് നിറഞ്ഞ ചതിപ്പുനില വനങ്ങളാണ് ഈ പറഞ്ഞ സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്ത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ കണ്ടൽ സസ്യങ്ങൾ അവിടെ ഉള്ളത് ഒരുപാട് ജലജീവി വർഗ്ഗങ്ങളിലൊക്കെ വളരെയധികം ഉപയോഗപ്രദമാണ്. അതായത് അവർക്ക് അവിടെ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നത് ഈ കണ്ടൽക്കാടുകളുടെ സാന്നിധ്യമാണ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. അതായത് സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികളാണ് സുന്ദർബൻ ഡെൽറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ആ ഒരു പേരിൽ നിന്നാണ്, സുന്ദരി കണ്ടലുകളുടെ ആ ഒരു പേരിൽ നിന്നാണ് സുന്ദർബൻ ഡെൽറ്റാസിന് ആ ഒരു പേരുണ്ടായത്. അപ്പോൾ ഈ സുന്ദരി എന്ന ഇനം കണ്ടൽ കാടുകൾ, അല്ലെങ്കിൽ സുന്ദരി എന്ന പേരുള്ള കണ്ടൽ കാടുകളായിട്ട് നിറഞ്ഞ ചതുപ്പുനില വനങ്ങൾ കാണപ്പെടുന്ന ആ ഒരു ഡെൽറ്റ പ്രദേശമാണ് നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സുന്ദർബൻ ഡെൽറ്റാസിൻ്റെ ആ ഒരു ചിത്രങ്ങളാണ്, സുന്ദർബൻ ഡെൽറ്റയുടെ ആ ഒരു ഡെൽറ്റ പ്രദേശത്തിൻ്റെ ആ ഒരു ചിത്രങ്ങളാണ്. നമുക്കറിയാം പശ്ചിമ ബംഗാളിൻ്റെ ആ ഒരു ബംഗ്ലാദേശ് ആ ഒരു റീജിയനാണ് ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം കാണാൻ വേണ്ടി സാധിക്കുന്നത്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശത്തിൻ്റെ ഉപഗ്രഹ സാറ്റലൈറ്റ് ഇമേജാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സുന്ദർബൻ ഡെൽറ്റാസിൻ്റെ ആ ഒരു പ്രത്യേകതയാണ് സുന്ദരി എന്നതിനം കണ്ടൽ ചെടികൾ. ആ കണ്ടൽ ചെടികളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു നൈസർഗിക സസ്യജാലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു മാപ്പാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ റീജിയൻസ് ആണ്. അവിടെ എന്തായാലും നമുക്ക് പർവ്വത വനങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പർവ്വതങ്ങളും വനങ്ങൾ നിറഞ്ഞ ആ ഒരു പർവ്വത മേഖലയുടെ ഭാഗമാണ് നമുക്ക് ഈ ലൈറ്റ് പച്ച നിറത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടൽ വനങ്ങൾ നമുക്ക് ഈ ഭാഗങ്ങൾ നമ്മുടെ തീരദേശത്തിൻ്റെ കിഴക്കൻ തീരദേശത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം ഇവിടെയാണ് നമ്മുടെ
ആ ഒരു സുന്ദർബൻ ഡെൽറ്റ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഇവിടെ കാണുന്നു. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് നമുക്ക് ഈ പച്ച ഷെയ്ഡ് ചെയ്ത കളറിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, അതായത് നമുക്ക് ഇവിടുത്തെ ഈ പച്ച നമ്മുടെ പശ്ചിമഘട്ടമാണ്. നമുക്കറിയാം പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ മഴ അവിടെ, അതായത് കേരള തീരങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പശ്ചിമഘട്ടം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം പച്ച നിറത്തിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളായിട്ട് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ ഖാസി, ഗാരോ, ജയന്തിയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു വടക്ക് കിഴക്കൻ പ്രദേശത്ത് നമുക്കറിയാം ചിറാപ്പുഞ്ചി, മൗസിൻ റാം ഒക്കെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അത്തരം പ്രദേശങ്ങളാണ് നമുക്ക് ഈ ഒരു പച്ച നിറത്തിൽ കാണപ്പെടുന്നത്. അതായത് ഏകദേശം 200 സെൻറ്റിമീറ്റർ അടുത്തൊക്കെയാണ് ബ്രഹ്മപുത്ര സമതലത്തിൽ മഴ ലഭിക്കുന്നത്. അതായത് ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകളിലൊക്കെ അത്രയും മഴ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ധാരാളമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ഉഷ്ണമേഖല മുൾക്കാടുകളാണ് നമ്മുടെ ഈ ഒരു ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ട് കാണപ്പെടുന്നത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. നമുക്കറിയാം, പ്രത്യേകിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ്റെ കാര്യമില്ല. ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഉണ്ടായത് ഈ പറഞ്ഞ നദികളുടെ എക്കൽ നിക്ഷേപത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ആ ഒരു എക്കൽ മണ്ണ് എന്തായാലും അതായിരിക്കും ഈ എക്കൽ സമതലങ്ങളിൽ, അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. അപ്പോൾ എക്കൽ മണ്ണിൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിൻ്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. അതായത് രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിലാണ് ഇവ കാണപ്പെടുന്നതെങ്കിലും ഗുജറാത്തിൻ്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്നു എന്നും നമ്മളിവിടെ പറയുന്നു. നെക്സ്റ്റ്, ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. അവയാണ് ഖാദറും ബങ്കറും എന്ന് പറഞ്ഞത്. നമുക്കറിയാം, എക്കൽ സമതലങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ 2 ടേമുകൾ പ്രധാനമായിട്ടും പരിചയപ്പെട്ടിരുന്നു. അതാണ് നമ്മുടെ ഭങ്കറും ഖാദറും. പഴയതും പുതിയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളാൽ നിറഞ്ഞതാണ് നമ്മുടെ എക്കൽ സമതലങ്ങളെന്നാണ് നമ്മൾ പറഞ്ഞത്. ആ പഴയ എക്കൽ നിക്ഷേപങ്ങളെയാണ് നമ്മൾ ഭങ്കർ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഖാദർ എന്നും പറഞ്ഞു. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതായത് ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതാണ് ഖാദറും ബങ്കറും. അപ്പോൾ നമുക്ക് അത് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. അതായത് അലൂവിയൽ സോയിൽ എക്കൽ മണ്ണ് ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായിട്ട് കാണപ്പെടുന്നു എന്നാണ് നമ്മൾ ഈ പോയിന്റിൽ പറഞ്ഞത്. ഓക്കെ, കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ്. നമുക്കറിയാം, അത് പ്രത്യേകം പറയണ്ട, ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള അവസാദങ്ങളാൽ നിറഞ്ഞ് അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടായ എക്കൽ മണ്ണ് അതിഫലഭൂയിഷ്ടമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ എക്കൽ മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ ഉണ്ടാവുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെയും ധാന്യപുര എന്നൊക്കെ നമ്മളെ ഈ ഉത്തരേന്ത്യൻ സമതലങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഓക്കെ, നെക്സ്റ്റ്, മധ്യഗംഗാ സമതലത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ കാണപ്പെടുന്നു. ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. അപ്പോൾ നമ്മുടെ റെഡ് സോയിലിൻ്റെ ആ ഒരു സാന്നിധ്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ചെമ്മണ്ണിനെ പറ്റിയാണ് പറഞ്ഞത്. മധ്യഗംഗാ സമതലത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ചെമ്മണ്ണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇരുമ്പിൻ്റെ ആ ഒരു സാന്നിധ്യമാണ് ഇവയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ് അല്ലെങ്കിൽ സലൈൻ സോയിൽ. ഇപ്പോൾ സലൈൻ സോയിലാണ് അടുത്തത് ലവണമണ്ണ്. എവിടെയാണ് കാണപ്പെടുന്നത്? സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ് അല്ലെങ്കിൽ സലൈൻ സോയിൽ. പൊതുവേ ഈ മണ്ണിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. നമുക്കറിയാം, സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത് നദിയുടെ നിക്ഷേപണ ഫലമായിട്ടുണ്ടായ തീരദേശങ്ങളുടെ ആ ഒരു നദീമുഖങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് ഡെൽറ്റ പ്രദേശങ്ങൾ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു കടലിൻ്റെ സാമീപ്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പൊതുവേ ഈ മണ്ണിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ മണലും
പശിമണ്ണും കൂടിക്കലർന്ന മണ്ണാണ് ലവണമണ്ണ്. മണലും പശിമണ്ണും കൂടിക്കലർന്ന മണ്ണാണ് ലവണമണ്ണ് അല്ലെങ്കിൽ സലൈൻ സോയിൽ. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണം. എന്തുകൊണ്ടാണ് ലവണമണ്ണുണ്ടാവാൻ കാരണം? ഈ പറയുന്ന ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഉപ്പിൻ്റെ അംശം ഇതിൽ കൂടുതലാണ് എന്ന് നമ്മൾ പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണമണ്ണായി മാറിയിട്ടുണ്ട്. അതായത് എക്കൽ മണ്ണിന് ആ ഒരു ശോഷണം സംഭവിച്ച് ലവണമണ്ണായി മാറിയ സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ഇത് ലവണ മണ്ണായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട്. അതായത് നമ്മുടെ കണ്ടൽ ചെടികൾക്ക് വളരാനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു മണ്ണാണ് നമ്മുടെ ഈ പീറ്റ് മണ്ണ്. പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിലാണ് നമുക്ക് ഈ പീറ്റ് മണ്ണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. വരണ്ട മണ്ണിനെ പറ്റി, എറിഡ് സോയിലിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. നമുക്കറിയാം ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ആ ഒരു മണ്ണാണ് വരണ്ട മണ്ണ് അല്ലെങ്കിൽ എറിഡ് സോയിൽ. അതാണ് നമ്മളിവിടെ പറഞ്ഞത് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗം, അതായത് പടിഞ്ഞാറൻ രാജസ്ഥാൻ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ് അല്ലെങ്കിൽ എറിഡ് സോയിൽ എന്ന് നമ്മൾ പറയുന്നത്. അത് കൂടാണ്ട് തന്നെ ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. നമുക്കറിയാം ഒരു മരുഭൂമി മേഖലകളുടെ അല്ലെങ്കിൽ ഒരു ഈ എറിഡ് സോയിൽ അല്ലെങ്കിൽ വരണ്ട മണ്ണിൻ്റെ പ്രത്യേകതയാണ് ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും എന്നത്. അതേപോലെ തന്നെ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ്. നമുക്കറിയാം അത്ര ഫലഭൂഷ്ടമല്ലാത്ത മണ്ണാണ് ഈ പറഞ്ഞ എറിഡ് സോയിൽ അല്ലെങ്കിൽ വരണ്ട മണ്ണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ളതാണ് ഈ മണ്ണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അതിനാൽ തന്നെ ഈ മണ്ണിൽ സസ്യങ്ങൾക്ക് വളരണമെങ്കിൽ ജലസേചനം ആവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്ന ഇന്ത്യയുടെ മണ്ണിനങ്ങളുടെ ആ ഒരു മാപ്പാണ്. പലതരത്തിലുള്ള പല സ്വഭാവ സവിശേഷതകളുള്ള മണ്ണിനങ്ങൾ ഇന്ത്യയുടെ പല ഭൂപ്രകൃതി വിഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്നു. അവയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്സ്റ്റിൽ അതേ കട്ടിങ്സാണ്. ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിലെ ജനജീവിതത്തെ പറ്റിയാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്ക് വായിക്കാം. ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സവിശേഷതകളാണ്. നമ്മൾ ഇത്രയും സമയം പഠിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. എന്നാൽ ഈ മഹാസമതലമാണ് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. എന്തുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ ഇത്രയും ജനസംഖ്യ ഉണ്ടാവാൻ കാരണം? അത് നമുക്കറിയാം, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണാണ് നമുക്ക് ഈ പ്രദേശങ്ങളിൽ കാണപ്പെടാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കൃഷിയും അതിനനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാർഷിക പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ പറഞ്ഞിരുന്ന ഈ മേഖലകളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഉപജീവനത്തിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള പ്രദേശമായിട്ട് നമുക്ക് ഉത്തരേന്ത്യൻ മഹാസമുദ്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം ഉത്തർപ്രദേശ്, ബീഹാർ ഈ പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും. ഇതേ പ്രദേശങ്ങളാണ് നമ്മുടെ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമുദ്രങ്ങൾക്ക് ഉള്ളത്. ഇവിടെ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയ വ്യത്യസ്ത വിളകൾ വ്യാപകമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നു. നമുക്കറിയാം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. അതുകൊണ്ട് തന്നെ പല വിളകൾ പല കാലങ്ങളിലായിട്ടും സമയങ്ങളിലായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നു. ജലസേചനത്തിൻ്റെ സഹായത്തോടെ അതിവിപുലമായുള്ള കൃഷിരീതി ഈ മഹാസമരത്തെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് നമ്മുടെ ഉത്തരേന്ത്യൻ മഹാസമതലം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണത്. അതുപോലെ തന്നെ ഥാർ മരുഭൂമി ഒഴികെയുള്ള സമതലത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും
അതിവിപുലമായ ശൃംഖലയുണ്ട്. അതായത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനനിബിഡമായിട്ടുള്ള ഏരിയയാണ് ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ മഹാസമുദ്രം. അതേപോലെ തന്നെ സമുദ്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം നിരപ്പായ താഴ്ന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗതാഗതത്തിന് കൂടുതൽ അനുയോജ്യമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയും റെയിൽ പാതകളും അല്ലെങ്കിൽ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഉത്തരേന്ത്യൻ മഹാസമുദ്രങ്ങളിലാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിലേക്കും നഗരവൽക്കരണത്തിലേക്കും ഈ പ്രദേശത്തെ നയിക്കുന്നതിന് കാരണമായി. നമുക്കറിയാം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ ഏറ്റവും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂപ്രകൃതി സവിശേഷതകൾ കാരണം റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതത്തിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് ഉത്തരേന്ത്യൻ മഹാസമുദ്ര പ്രദേശം. ഈ കാരണങ്ങളാലൊക്കെ തന്നെ കൂടുതൽ വ്യവസായവൽക്കരണമൊക്കെ നടക്കുന്നത് ഈ ഉത്തരേന്ത്യൻ സമുദ്രത്തെ ചുറ്റിപ്പറ്റിയാണ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ജനജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നാണ് ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഫലഭൂയിഷ്ടമായ ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശത്തിൻ്റെ ഒരു കാഴ്ചയാണിത്. ഉത്തരേന്ത്യൻ സമുദ്ര പ്രദേശങ്ങളിലെ ധാന്യകൃഷി, ഗോതമ്പ്, നെല്ല്, ചോളം എന്നിവയൊക്കെ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതി സവിശേഷതകളാണ് നമുക്ക് ഇവിടെ ഉത്തരേന്ത്യൻ മഹാസമുദ്രങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് കൃഷിയാണ്. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ പ്രധാനമായിട്ട് 3 കാർഷിക കാലങ്ങളാണ് നമുക്ക് ഇന്ത്യയിലുള്ളത് എന്ന് നമുക്കറിയാം. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വിവിധ ഇനം കൃഷികൾ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്, എപ്പോഴാണ് ഖാരിഫ് വിളകൾ നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലെങ്കിൽ ഖാരിഫ് കാർഷിക കാലം എപ്പോഴാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. അപ്പോൾ നമ്മൾ ഖാരിഫ് കഴിഞ്ഞു, നെക്സ്റ്റ് റാബിയാണ്. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് നമ്മൾ സെയ്ദ് എന്നും പറയുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. അതേപോലെ തന്നെ ശൈത്യകാലം ആരംഭിക്കുന്നതോടുകൂടി നമുക്ക് കാണപ്പെടുന്ന കാർഷിക കാലമാണ് റാബി എന്ന് പറയുന്നത്. ഈ റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം നമ്മൾ കൃഷി ചെയ്യുന്ന വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 3 കാർഷിക കാലങ്ങളാണ് നമ്മൾ നോക്കിയത്. ഏതൊക്കെയാണവ? ഖാരിഫ്, റാബി, സെയ്ദ്. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു ബോക്സിലാക്കി, നമുക്ക് ഈ കാർഷിക കാലങ്ങളെ പഠിക്കാൻ എളുപ്പത്തിലുള്ളൊരു ബോക്സിലാക്കിയാണ് നമ്മളിവിടെ നോക്കുന്നത്. കാർഷിക കാലങ്ങൾ, പ്രധാന വിളകൾ. നമ്മൾ ഖാരിഫാണ് ആദ്യം നോക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഖാരിഫ് കാർഷിക കാലം നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നത്. നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്നാണ് ഖാരിഫ് കാർഷിക കാലം കാണുന്നത്. അതാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എക്സ്പീരിയൻസ് ചെയ്യുന്ന കാലയളവാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ആ സമയത്താണ് നമ്മൾ ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഖാരിഫ് വിളകൾ? ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവയാണ് ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം. അപ്പോൾ ഖാരിഫ് വിളകൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഭാഗമായിട്ട് കൃഷി ചെയ്യുന്ന വിളകളാണ് ഖാരിഫ് വിളകളെന്ന് മനസ്സിലാക്കുക. അവ ഏതൊക്കെയാണ്? ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര എന്നിവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. ഓക്കെ, ശൈത്യകാലത്തിൻ്റെ ആ ഒരു ആരംഭത്തോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി എന്ന് പറയുന്നത്. അപ്പോൾ റാബി വിളകൾ കൃഷി ചെയ്യുന്ന കാലമാണ് ഒക്ടോബർ മുതൽ മാർച്ച് വരെ. ഏതൊക്കെയാണവ? മിതോഷ്ണ, ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി മുതലായവയാണ് പ്രധാനപ്പെട്ട റാബി വിളകൾ. അപ്പോൾ റാബി വിളകൾ, പ്രധാനപ്പെട്ട റാബി വിളകൾക്ക് ഉദാഹരണമാണ് നമ്മൾ നോക്കുന്നത് ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി എന്നിവയാണ് പ്രധാനപ്പെട്ട റാബി വർഗ്ഗങ്ങൾ. അപ്പോൾ നമ്മൾ ഈ റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം വേനൽക്കാലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം പീരിയഡിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് സെയ്ദ് വിളകൾ, അല്ലെങ്കിൽ ആ ഒരു കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്
നമുക്ക് സെയ്ദ് കാർഷിക കാലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെയ്ദ് കാർഷിക കാലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകളാണ് പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ തുടങ്ങിയവ. അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യൻ മഹാസമതലം അല്ലെങ്കിൽ ഉത്തര മഹാസമതലം, നോർത്തേൺ പ്ലെയിൻസ്, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂപ്രകൃതി വിഭാഗമായ ഉത്തരേന്ത്യൻ സമതലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. SCERT NCERT 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പോയിന്റുകളും ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ഉത്തര മഹാസമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മഹാസമതലം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതിന് വേണ്ടി റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് SCERTയിലെ മെയിനായിട്ടും 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ എന്നാണ്. നമുക്കറിയാം 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലൊക്കെ കൂടുതലായിട്ട് ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗങ്ങൾ, ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് 9ാം ക്ലാസ്സിലെ 1ഉം 2ഉം ഭാഗങ്ങളിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എലാബറേറ്റ് ചെയ്ത് ഒരുപാട് പോയിന്റുകളും കണ്ടൻറ്റുകളും നിറച്ചിട്ട് 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിലാണുള്ളത്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തെ പറ്റി നമ്മൾ കൂടുതൽ റെഫറൻസ് എടുത്തിട്ടുള്ളത് ഈ 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ എന്ന പാഠഭാഗത്ത് നിന്നുമാണ്. അതേപോലെ തന്നെ NCERT 7ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്നീ ചാപ്റ്റേഴ്സ് നമ്മൾ റെഫറൻസിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തര മഹാസമതലം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സും ഇതോടൊപ്പം തന്നെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗപ്രദമായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എക്സാംസുകൾ ഇങ്ങനെ വരികയാണ്. 2026 വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പഠിത്തത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ ഒരു പഠനം ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും PK ലേണിങ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. സോ പഠിക്കുക എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഏക ഒരു കാര്യമെന്ന് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക് യു.